ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ചോക്ലേറ്റ് കവേർഡ് സ്ട്രോബെറീസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ: സ്ട്രോബെറീസും ചോക്ലേറ്റും. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് ചോക്ലേറ്റാണോ ഉള്ളത് അത് മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ആദ്യം ഈ സ്ട്രോബെറീസ് എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു പേപ്പർ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ ഇതിലുള്ള ഈർപ്പം നന്നായിട്ട് മാറ്റി ഡ്രൈ ആക്കി എടുക്കണം. ചോക്ലേറ്റ് നന്നായിട്ട് ഇതിൽ കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രോബെറീസിലെ വെള്ളമൊക്കെ മാറ്റി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഗ്ലാസ് ബൗളോ സ്റ്റീൽ ബൗളോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ബൗളിലോട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റീമിലാണ് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റായി കിട്ടുന്നത്. മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. ചോക്ലേറ്റ് ഇപ്പോൾ ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് സ്ട്രോബെറിയിൽ നമ്മൾ ചോക്ലേറ്റ് കോട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം സ്ട്രോബെറീസ് ഇതിലൊന്ന് കോട്ടാക്കി എടുക്കാം. സ്ട്രോബെറീസിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഹോൾഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. എക്സസ് ചോക്ലേറ്റ് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാം. മെൽറ്റഡ് ചോക്ലേറ്റ് ഇതുപോലെ കുറച്ച് ഹൈറ്റുള്ള ബൗളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്ട്രോബെറി ഡിപ്പ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. കുറച്ച് സ്ട്രോബെറീസ് ഞാൻ വൈറ്റ് ചോക്ലേറ്റിലും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്ട്രോബെറീസ് എല്ലാം ചോക്ലേറ്റിൽ കവർ ചെയ്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-20 മിനിറ്റ് സെറ്റ് ആയതിനു ശേഷം ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ ഈ സ്ട്രോബെറീസ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ചിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ സ്ട്രൈപ്സ് വരച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സ്ട്രോബെറി ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.